പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യമുനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് കാശിനാഥൻ. മാത്രവുമല്ല, ഗംഗയെ കീഴടക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് യമുനയുടെ സപ്പോർട്ടാണ് വേണ്ടത് എന്ന് അവർ ഉറപ്പിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി നീക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ബുദ്ധിപൂർവമായ നീക്കം നടത്തുക തന്നെ വേണം. ഇത് കേട്ടതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയാണ് കാശിനാഥൻ. ഇതോടെ കാശിനാഥന്റെ സഹോദരി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഗംഗ. പക്ഷേ ഗംഗയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്ന കാശിനാഥൻ എന്നോടുള്ള ദേഷ്യം മറന്നുകൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ മരണം, അത് നിങ്ങൾ കൊന്നത് തന്നെയല്ലേ? എന്താണ് അതിന് പിന്നിലെ സത്യാവസ്ഥ? എനിക്ക് സത്യങ്ങൾ അറിയണം. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് കാശിനാഥൻ. ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാശിനാഥൻ നിന്നതിനെ തുടർന്ന് നിങ്ങൾ കൊന്നതാണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തെളിഞ്ഞതായി പറയുകയും ചെയ്യുന്ന ഗംഗ, നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കാശിനാഥൻ. പക്ഷേ യമുനയുള്ളതുകൊണ്ട് ഗംഗയുടെ മനസ്സ് മാറ്റാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. കൃത്യമായി എനിക്ക് വേണ്ടി ഇനി യമുന നീക്കങ്ങൾ നടത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ. ഇതേ തുടർന്ന് ഗംഗയെ ചെന്ന് കാണുന്ന യമുന വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഇതോടെ ഗംഗയ്ക്ക് ദേഷ്യം വരുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.